നമസ്കാരം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് നടത്തിയ ഒരു ക്വാർട്ടറാണ് സെപ്റ്റംബർ ക്വാർട്ടർ. താരിഫ് വാറും H1B1 വിസയുടെ നിരക്കിലുണ്ടായ വർധനവും ക്വാർട്ടർ 1 റിസൾട്ട് സെഷനിലെ കമ്പനികളുടെ മോഡസ്റ്റ് പെർഫോമൻസും ഒക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിങ്ങിന് പ്രേരിപ്പിച്ചു. കണക്കുകൾ പ്രകാരം 76,609 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIS സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. FIS ഈ ഹെവി സെല്ലിംഗ് നടത്തുന്ന സമയങ്ങളിലും ചില സ്റ്റോക്കുകളിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഗണ്യമായി ഉയർത്തുകയും കമ്പനിയിലെ തന്നെ എൻറ്റയർ സ്റ്റേക്ക് ഹോൾഡിംഗിൽ വളരെ വലിയ വ്യത്യാസം വരികയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ FIS 10% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ ചില സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് യെസ് ബാങ്ക് ആണ്. 22 രൂപ 88 പൈസയാണ് സ്റ്റോക്കിന്റെ വില. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഉയരുകയും ചെയ്തു. യെസ് ബാങ്കിൽ പ്രമുഖ ജപ്പാൻ ബേസ്ഡ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ കമ്പനിയായ സുമിത്തോമോ മിത്സുയി ബാങ്കിംഗ് കോർപ്പറേഷൻ അല്ലെങ്കിൽ SMBC എന്ന കമ്പനി യെസ് ബാങ്കിന്റെ 24.2% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 44.95% എത്തിക്കുകയും ചെയ്തു. യെസ് ബാങ്കിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറായി SMBC എന്ന കമ്പനി മാറുകയും ചെയ്തു. യെസ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിലെ പ്രത്യേകിച്ചും പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിലെ ഒരു പ്രമുഖ സ്റ്റോക്കാണ്. ഇന്ത്യയിലെ 6ാമത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കും യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കിന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ എന്ന റേറ്റിംഗ് ഏജൻസി 2020 മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന റേറ്റിംഗും റീസെന്റ് നൽകുകയുണ്ടായി. യെസ് ബാങ്ക് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ശക്തിപ്പെടുത്തുന്നതും യെസ് ബാങ്ക് ക്യാപിറ്റൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നതും ബിസിനസ് പെർഫോമൻസ് ഉയർന്നതിന്റെയും പശ്ചാത്തലത്തിൽ ക്രിസിൽ യെസ് ബാങ്കിന് AA- എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 2-ൽ യെസ് ബാങ്ക് 43 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. 2026 ഫിനാൻഷ്യൽ ഇയറിൽ 80 ടോട്ടൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ള ടാർഗറ്റാണ് യെസ് ബാങ്കിന് മുന്നിലുള്ളത്. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് സെഷനിലും യെസ് ബാങ്കിന്റെ പെർഫോമൻസ് ഏറെക്കുറെ മിക്സഡ് ആയിരുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 4.6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2,200 കോടിയിൽ നിന്നും 2,301 കോടിയിലേക്ക് ഉയർന്നപ്പോൾ അഡ്വാൻസിൽ വളരെ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. റീറ്റെയിൽ അഡ്വാൻസ് 2.4% വർദ്ധിച്ച് 1,17,934 കോടിയിൽ നിന്നും 1,20,802 കോടിയിലേക്ക് എത്തി. കൊമേഴ്സ്യൽ ബാങ്കിംഗ് ഡിവിഷനിലുണ്ടായിരിക്കുന്ന അഡ്വാൻസ് 53,610 കോടിയിൽ നിന്നും 62,430 കോടിയിലേക്ക് എത്തുകയും ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്ടറിലെ ലെൻഡിംഗ് 63,573 കോടിയിൽ നിന്നും 66,980 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. നെറ്റ് അഡ്വാൻസ് 2,35,117 കോടിയിൽ നിന്നും 2,50,212 കോടിയിലേക്ക്, അതായത് 6.4% വർദ്ധിച്ചു. റീറ്റെയിൽ ബ്രാഞ്ച് ആൻഡ് ബാങ്കിംഗ് സെക്ടറിലുള്ള ഡെപ്പോസിറ്റ് 1,51,322 കോടിയിൽ നിന്നും 1,71,978 കോടിയിലേക്ക് ഉയർന്നു. 13.7% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ടോട്ടൽ ഡെപ്പോസിറ്റ് 6.5% വർദ്ധിച്ച് 2,77,214 കോടിയിൽ നിന്നും 2,95,289 കോടിയിലേക്ക് മെച്ചപ്പെട്ടു. ഇനി യെസ് ബാങ്കിന്റെ നെറ്റ് പെർഫോമിംഗ് അസറ്റ് നോക്കുകയാണെങ്കിൽ 0.5% ഡിക്രീസ് ആയിട്ടുണ്ട്. 0.5% നിന്നും 0.3% ഡിക്രീസ് ആവുകയും യെസ് ബാങ്കിന്റെ ഡെപ്പോസിറ്റിലും ഗണ്യമായ വർധനവ് കാണാൻ സാധിക്കും. റീറ്റെയിൽ ഡെപ്പോസിറ്റ് 1,51,322 കോടിയിൽ നിന്നും 1,71,978 കോടിയിലേക്ക് എത്തുകയും 13.7% വളർച്ച കൈവരിക്കുകയും ചെയ്തു. ടോട്ടൽ ഡെപ്പോസിറ്റ് 2,77,264 കോടിയിൽ നിന്നും 2,95,289 കോടിയിലേക്ക് എത്തി. കൂടാതെ അസറ്റ് ക്വാളിറ്റിയിലും സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് വന്നു. 0.5% നിന്നും നെറ്റ് NPA 0.3% ഇടിയുകയും ചെയ്തു. യെസ് ബാങ്ക് MSME സെക്ടറിലുള്ള എക്സ്പോസറും വർദ്ധിപ്പിക്കുകയാണ്. MSME ഫണ്ട് ബുക്ക് 17,464 കോടിയിൽ നിന്നും 19,546 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ മിക്സഡ് ആണ്. ഓവറോൾ റവന്യൂ 4.5% ഇടിഞ്ഞെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 17% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 567 കോടിയിൽ നിന്നും 664 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു. യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 21 എന്ന റേഞ്ചിനടുത്ത് സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് വന്നിരുന്നു. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്കിൽ 21 മുകളിൽ ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് 24 വരെ ഉയരുകയും ചെയ്തത്. അതിനുശേഷം
സ്റ്റോക്ക് 22 രൂപയ്ക്ക് അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചയായി 22 എന്ന റേഞ്ചിനടുത്തായിട്ടാണ് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. 21 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. ഏതെങ്കിലും കാരണവശാൽ 21 സപ്പോർട്ട് നഷ്ടമായാൽ 19 സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർ 24 എന്ന ലെവലിന് മുകളിൽ വേണം സ്റ്റോക്കിനെ പരിഗണിക്കാൻ. ഉറപ്പായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഒരു കമ്പനിയിൽ 20% സ്റ്റേക്ക് ഹോൾഡിംഗ് അക്വയർ ചെയ്യുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് ആയിരിക്കുകയില്ല. ഇത് ഉറപ്പായിട്ടും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. യെസ് ബാങ്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ബാങ്കിന്റെ ഗവർണൻസ് നോക്കുകയാണെങ്കിലും ബാങ്കിൽ ഒരു ടേൺ അറൗണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. യെസ് ബാങ്കിൽ ദീർഘകാലത്തേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയത് ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ഉയർത്തുന്ന ഒരു പ്രധാന ഫാക്ടറാണ്. ഇനി FIS സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. മറ്റൊരു സ്റ്റോക്ക് മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് സർവീസ് ആണ്. 497 രൂപ സ്റ്റോക്കിന്റെ വില. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 3% ഇടിയുകയും ചെയ്തു. മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനി വിവിധ ഇൻഷുറൻസ് കമ്പനികളെ കൊളാബറേറ്റ് ചെയ്യുകയും പബ്ലിക് ഹെൽത്ത് സ്കീമുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനിയിൽ FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 11.95% വർദ്ധിച്ച് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 25.83% മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഈ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാലും അത്ര മികച്ചതല്ല. മിക്സഡ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ Q2 കാണാൻ സാധിച്ചത്. കമ്പനിയുടെ സെയിൽസ് 28% വർദ്ധിച്ച് 180 കോടിയിൽ നിന്നും 232 കോടിയിലേക്ക് എത്തിയെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 21 കോടിയിൽ നിന്നും 8 കോടിയിലേക്ക് ഇടിഞ്ഞു. ഇവിടെ ഈ കമ്പനിയിൽ FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഗണ്യമായി വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് സ്റ്റോക്കിനെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതുകൂടാതെ മറ്റ് ചില സ്റ്റോക്കുകളിലും FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ ഗണ്യമായ വർധനവ് നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് IDFC ഫസ്റ്റ് ബാങ്ക്. IDFC ഫസ്റ്റ് ബാങ്കിൽ FIS 11% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 35% ഉയർത്തുകയും ചെയ്തു. നോളജ് മെറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന കമ്പനിയിൽ FIS ഫ്രഷ് പൊസിഷൻ എടുത്തു. 10% സ്റ്റേക്ക് ഹോൾഡിംഗ് അക്വയർ ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 10.88% ഉയർത്തി. അദാനി വിൽമാർ അഗ്രി ബിസിനസ്സിലും FIS സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. 9.5% സ്റ്റേക്ക് അക്വയർ ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 14.11% ഉയർത്തി. സായി ലൈഫ് സയൻസിൽ FIS സെപ്റ്റംബർ ക്വാർട്ടറിൽ 7.92% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 22.4% ഉയർത്തുകയും ചെയ്തു. ഓതം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയിൽ FIS 6.17% സ്റ്റേക്കാണ് അക്വയർ ചെയ്തത്. ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 22.49% എത്തിച്ചു. ബ്ലാക്ക് ബഗ് ലിമിറ്റഡിൽ FIS 5.68% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 26.20% ഉയർത്തുകയും ചെയ്തു. FIS ഈ കമ്പനികളിലെല്ലാം അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ ഗണ്യമായ വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.